പ്രിയ സുഹൃത്തുക്കളെ, അപ്പം ഇതൊന്ന് കേൾക്കുക. ഹാരിസ് തിരുനാവായയിലെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളും സർക്കാർ നിലപാടും നമുക്ക് ലളിതമായി ഒന്ന് പരിശോധിക്കാം. സോഷ്യൽ മീഡിയയിൽ പലരും പല രീതിയിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അതിന്റെ യഥാർത്ഥ വശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. എന്താണ് സർക്കാർ നിലപാട്? തടയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സർക്കാർ ഈ ഉത്സവത്തെയോ ആചാരത്തെയോ പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല. എന്നാൽ ചില കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. ചരിത്രപരമായ വശം. തിരുനാവായയിലെ മാമാങ്കം നടന്ന ഭൂമി പുരാവസ്തു വകുപ്പിന്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള സംരക്ഷിത മേഖലയാണ്. അവിടെ പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നതിനും വലിയ ആൾക്കൂട്ടം ഒത്തുകൂടുന്നതിനും നിയമപരമായ തടസ്സങ്ങളുണ്ട്. അത് ചരിത്ര സ്മാരകങ്ങളെ ബാധിക്കുമെന്നതാണ് ഒരു കാരണം. നദീ സംരക്ഷണം. ഭാരതപ്പുഴയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഹരിത ട്രൈബ്യൂണലിന്റെയും കോടതികളുടെയും കർശന ഉത്തരവുകളുണ്ട്. പുഴയിൽ താൽക്കാലിക ബണ്ടുകൾ കെട്ടുന്നതിനും വെള്ളം തടഞ്ഞു നിർത്തുന്നതിനും ജലസേചന വകുപ്പിന്റെ അനുമതി വേണം. പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങൾ അനുവദിക്കാൻ സർക്കാരിന് പരിമിതികളുണ്ട്. ക്രമസമാധാനം. വലിയൊരു ജനക്കൂട്ടം എത്തുമ്പോൾ അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ, ശൗചാലയങ്ങൾ, പാർക്കിംഗ്, സുരക്ഷ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. സംഘാടകർ ഇതിനുള്ള അനുമതികൾ കൃത്യമായി വാങ്ങിയിട്ടില്ല എന്ന കാരണത്താൽ പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. 2. എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ വരുന്നത്? ചില സംഘടനകൾ ആരോപിക്കുന്നത് സർക്കാർ മനഃപൂർവ്വം ഈ ഹിന്ദു ആചാരത്തെ തടയുന്നു എന്നാണ്. എന്നാൽ സർക്കാർ പറയുന്നത് ഇത് കേവലം നിയമപരമായ അനുമതികളുടെയും പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും കാര്യമാണെന്നാണ്. താൽക്കാലികമായിട്ടുള്ള പാലങ്ങൾ പണിത് അതിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടങ്ങൾ വരാൻ സാധ്യതയില്ലേ? എന്തെങ്കിലും ഒരു സുരക്ഷത അതിന് കൊടുക്കണ്ടേ? ഹാരിസ്, താങ്കൾ പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് ജനങ്ങളുടെ ജീവന്റെ കാര്യത്തിലുള്ള ആ ആശങ്ക സ്വാഭാവികമാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ വൈകാരികമായി സംസാരിക്കുമ്പോൾ താങ്കളെപ്പോലെ സുരക്ഷ, സേഫ്റ്റി എന്ന ഗൗരവകരമായ വശം ചിന്തിക്കുന്നവർ കുറവാണ്. ഇത്തരം വലിയ ഉത്സവങ്ങളിൽ താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിർബന്ധിത സുരക്ഷാ മാനദണ്ഡങ്ങൾ താഴെ പറയുന്നവയാണ്. 1. എന്തുകൊണ്ട് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു? ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഒരിടത്ത് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിന് ചില നിബന്ധനകൾ വെക്കേണ്ടി വരും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്റ്റെബിലിറ്റി. താൽക്കാലികമായി നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് P.W.D, PWD അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പിലെ എഞ്ചിനീയർമാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണം. ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാരം താങ്ങാൻ ആ പാലത്തിന് ശേഷിയുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി DDMA, ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി ഇത്തരം വലിയ ഒത്തുചേരലുകൾക്ക് അത്യാവശ്യമാണ്. 2. അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? തിരക്ക് നിയന്ത്രണം, ക്രൗഡ് മാനേജ്മെന്റ്. താൽക്കാലിക പാലങ്ങളിൽ ഒരേ സമയം എത്ര പേർക്ക് കയറാമെന്നതിന് കൃത്യമായ കണക്ക് വേണം. ആളുകൾ തള്ളിക്കയറിയാൽ പാലം തകരാനോ വലിയ അപകടങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. പുഴയിലെ ഒഴുക്ക്. ഭാരതപ്പുഴയിൽ താൽക്കാലിക ബണ്ടുകൾ കെട്ടുമ്പോൾ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് മാറ്റം വരും. ഇത് പാലത്തിന്റെ അടിത്തറ ഇളകാൻ കാരണമായേക്കാം. മുൻകാല അനുഭവങ്ങൾ. മുൻപ് സമാനമായ രീതിയിൽ ശബരിമലയിലോ മറ്റു വലിയ ഉത്സവങ്ങളിലോ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുള്ള അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് സുരക്ഷാ പരിശോധനകൾ നടത്തുന്നത്. 3. ഹാരിസിന് നൽകാവുന്ന നിർദ്ദേശം. സോഷ്യൽ മീഡിയയിൽ താങ്കൾക്ക് ഇങ്ങനെയൊരു അഭിപ്രായം രേഖപ്പെടുത്താം. ആരാധനയും ആചാരങ്ങളും പ്രധാനമാണ്, പക്ഷേ അതിലും പ്രധാനമാണ് മനുഷ്യന്റെ ജീവൻ. ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരിടത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമല്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് വഴിവെക്കും. സർക്കാർ സുരക്ഷാ പരിശോധന നടത്തുന്നത് വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനായിരിക്കണം. സംഘാടകരും സർക്കാരും ഒരുമിച്ച് നിന്ന് സുരക്ഷിതമായ രീതിയിൽ ചടങ്ങുകൾ നടത്തുകയാണ് വേണ്ടത്. പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ കുംഭമേളയും മറ്റ് വിശേഷങ്ങളൊക്കെ കേരളത്തിൽ ഇഷ്ടം പോലെ ഹൈന്ദവ സഹോദരന്മാരുടെ നടക്കുന്നതാണ് ഇല്ലേ? നിങ്ങൾക്കറിയാം, ഹിന്ദുമത ആചാരപ്രകാരമുള്ള വിശ്വാസങ്ങൾ 100 കണക്കിന് നടക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറിയിട്ട് ഒരു പുഴയിൻ്റെ ഭാഗത്ത് വന്നിട്ട്, അതും വെള്ളം ഈ സമയത്തുള്ള സമയമാണ്, അവിടെ കൊണ്ടുവന്നിട്ട് താൽക്കാലികമായിട്ടുള്ള ഇവർ തന്നെ, ഈ സംഘടനകൾ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു പാലമെല്ലാം കെട്ടിയിട്ട് അവിടേക്ക് ഒരു പൂരം വെക്കുക. അതായത് ഇതുപോലുള്ള കുംഭമേളയൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ല, അതുപോലെ തന്നെ തൃശ്ശൂർ, അതുപോലെ തന്നെ മലപ്പുറം, ഇങ്ങനത്തെ 3 ജില്ലയിലുള്ള ആളുകൾ, ഹൈന്ദവരായ ആൾക്കാരൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട്. ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതായി എന്തെങ്കിലും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അന്ന് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? കാരണം നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഉള്ളതാണ്.
ഇത് വേറെ കുഴപ്പങ്ങളൊന്നും എന്നെ സംബന്ധിച്ചോളം കാണുന്നില്ല. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ഇതേ സംഭവങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലും രീതിയിൽ അപകടം, അതായത് ഇപ്പോൾ കേരള സർക്കാർ എല്ലാത്തിനും കണ്ണടച്ച് വിട്ടു, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഇതേ സർക്കാരിനെ തന്നെ, ഇതേ പോലീസുകാരെ, ഇതേ ഉദ്യോഗസ്ഥരെ തന്നെ നമ്മൾ പഴിചാരും. സ്വാഭാവികമല്ലേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് പറയാം. എന്നെ ആരും മുങ്കാലയിടണ്ട. എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജമീനോട് പറഞ്ഞിട്ട് ഞാൻ തരുന്നു. ഇപ്പോൾ ഒരു വിവാദമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നോക്കുമ്പോൾ ജെമിനിയോട് ചോദിച്ചപ്പോൾ താൽക്കാലികമായിട്ടുള്ള പാലങ്ങൾ കെട്ടിയിട്ട് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതുമായി ബന്ധപ്പെട്ടാണ് ഇത് തടയുന്നത്. പക്ഷെ പല ചാനലുകളും പല സംഘടനകളും ഇതിനെ ഒരു ഹിന്ദുമത ആചാരങ്ങളെ തടയാണ് എന്നുള്ള രീതിയിൽ സർക്കാർക്കെതിരെ ഒരു രാഷ്ട്രീയ കളി കളിക്കണം. രാഷ്ട്രീയത്തിനേക്കാളും നമ്മുടെ ആളുകളുടെ ജീവന് വില കൊടുക്കണം. അല്ലെങ്കിൽ അത് നമുക്കറിയാമല്ലോ, ഒരുപാട് കൊല്ലത്ത് ഒരു പൂരത്തിൽ പടക്കം പൊട്ടി ആളുകൾ മരിച്ചത്, അന്ന് എത്ര ആൾക്കാരാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കും. പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക.